ഹായ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ? അപ്പോൾ ആ സന്തോഷമായിട്ടിരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കൊച്ചുകുട്ടി മുതൽ എത്ര പ്രായമായവർക്ക് വരെയും കോമണായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖം എന്ന് തന്നെ പറയാം. ഇപ്പം വേണമെങ്കിൽ ഈ ഷുഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം പ്രായഭേദമന്യേ ഒന്നുമില്ല. അരിയാഹാരം അധികം കഴിച്ചിട്ടുണ്ട് ഷുഗർ കൂടുതലാകും, മണ്ണിനടിയിലുണ്ടാകുന്നത് കഴിച്ചിട്ടുണ്ട് കൂടുതലുണ്ടാകും. അതുപോലെ തന്നെ ഇപ്പം പച്ചക്കറിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നോർമലി 5% വരെയൊക്കെ ഷുഗറുള്ളൂ. പക്ഷേങ്കിൽ ഫ്രൂട്ട്സ് എല്ലാ ഐറ്റവും കഴിക്കത്തില്ല. ഈ ഷുഗർ വന്നാൽ പിന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണവും ഇല്ല. ഞാൻ നോക്കിയിട്ട് ഷുഗറുകാർക്ക് കഴിക്കാൻ പറ്റിയത് എൻ്റെ ഇതിൽ പറയുകയാണ്, ഇറച്ചി, മീൻ, മുട്ട, പാൽ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെ ഷുഗറുകാർക്ക് കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് ഓവറായിട്ട് കഴിക്കുമ്പോഴത്തേനും മറ്റുള്ള അസുഖങ്ങൾക്ക് കൂടുതലായിട്ട് വരും. അല്ലെങ്കിൽ തന്നെ എല്ലാവരും തന്നെ ചിലപ്പോൾ ഇതൊക്കെ കഴിച്ചൊന്നും വരത്തില്ല. അപ്പോൾ എല്ലാ ഭക്ഷണത്തിനും കൺട്രോൾ വെക്കുമ്പോഴത്തേനും ഇവരെ ആരോഗ്യത്തെ ബാധിക്കും. അപ്പോൾ അങ്ങനെയായി കഴിയുമ്പോൾ നമുക്കെല്ലാം കൊണ്ട് ശരീരത്തിന് പ്രശ്നമല്ലേ വരുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, എൻ്റെ ചേച്ചിക്ക് 530 ഷുഗർ ഉണ്ടായിരുന്നു. എന്നിട്ട് പല മരുന്നുകളും കഴിച്ചു. കാസർഗോഡ് വരെ പോയി ഷുഗർ സുധാകരൻ്റെ കയ്യിൽ നിന്ന് ഷുഗർ വള്ളി, അതായത് മധുരവള്ളി എന്നോ ഷുഗർ വള്ളി എന്നൊക്കെ അതിന് പറയും. ഞങ്ങൾ ഇവിടുന്ന് അവിടെ ചെന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട് ചേച്ചി ഒരു 3 മാസത്തോളം കഴിച്ചു. ആദ്യമേയൊക്കെ കഴിച്ച് ടെസ്റ്റൊക്കെ ചെയ്തപ്പോഴത്തേനും പുള്ളിക്കാരി ആഹാരപഥ്യമൊക്കെ കൂടെ നോക്കിയപ്പോൾ ഒരു കുറേശ്ശെ ലെവൽ ഇങ്ങനെ കുറഞ്ഞു വന്നതായിട്ട് തോന്നിയിട്ട് പിന്നെ ഇടകൊണ്ട് പിന്നെ ടെസ്റ്റ് ചെയ്യുകയോ പിറക്കോ ഒന്നും ചെയ്യാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇടയ്ക്ക് ഈ ഷുഗർ അങ്ങ് കണ്ടമാനം കൂടിയത് അറിഞ്ഞില്ല. എന്നിട്ട് പുള്ളിക്കാരിക്ക് സ്ട്രോക്ക് വന്നിട്ട് 1.5 മാസത്തോളം അവിടെ ഹോസ്പിറ്റലായിരുന്നു. ആളിൻ്റെ നില അതീവ ഗുരുതരമായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ആയുർവേദത്തിൽ പോയി ഒരു 3 മാസത്തോളം കിടന്ന് തിരുമ്മി ചികിത്സിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ ഒന്ന് അത്യാവശ്യമായിട്ട് നടക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, എല്ലാ മരുന്നും ചിലപ്പം ആയുർവേദമായാലും ഹോമിയോ ആയാലും അലോപ്പതി ആയാലും എല്ലാവർക്കും പിടിച്ചെന്ന് വരുന്നില്ല. അതിന് നമ്മൾ പ്രത്യേകിച്ച് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഷുഗർ വള്ളി കഴിച്ചിട്ട് ഇഷ്ടം പോലെ ആൾക്കാർക്ക് ചിലപ്പം കുറഞ്ഞിട്ടുണ്ടാവും, കുറയാത്തവരും ഉണ്ടാകും. പക്ഷെ ഇത് ചേച്ചിക്ക് കുറഞ്ഞിട്ടില്ല. പിന്നെ എൻ്റെ അനുഭവത്തിൽ തന്നെ നമ്മൾ ഈ വള്ളി കൊണ്ടുവന്നിട്ടിട്ട് ഇഷ്ടം പോലെ ഇവിടെ പടന്ന് വന്തലിച്ചിട്ട് ഒരുപാട് പേര് കൊണ്ടുപോയിട്ടും അവരും പറയുന്നുണ്ടായിരുന്നു അവർക്കും ഇത് കുറഞ്ഞിട്ടില്ല, ഒരു പ്രദേശം മുഴുവൻ നശിച്ചു പോയെന്നേ ഉള്ളെന്ന് പറഞ്ഞു. നമ്മൾ എന്താന്ന് പറഞ്ഞാലും നമ്മൾ അലോപ്പതി കഴിക്കേണ്ടതിന് അലോപ്പതി കഴിക്കണം, ആയുർവേദത്തിൻ്റെത് എല്ലാം പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. ഹോമിയോ താല്പര്യമുള്ളവർ ഹോമിയോ കഴിക്കുക എന്ന് വെച്ചിട്ട് ചേച്ചി എന്ത് കാണിച്ചു. അത് കഴിഞ്ഞ് ചേട്ടൻ മലബാറിൽ പോയിട്ടപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ചേച്ചിയുടെ ഷുഗർ കുറഞ്ഞത് കീഴാർനെല്ലി കഴിച്ചിട്ടാണ് ചേച്ചിയുടെ ഷുഗർ കുറഞ്ഞത്. അങ്ങനെ ആ കുറഞ്ഞ് ചേച്ചി പിന്നെ ഗുളികയും ഈ കീഴാർനെല്ലിയും കഴിച്ച് അങ്ങനെ നിന്നപ്പോഴാണ് അമ്മച്ചിക്ക് ഇവിടെ വയ്യാഴിക കൂടുതലായിട്ട് ചേച്ചി ഒരു 1.5 മാസം വന്ന് നിന്ന്. അപ്പോൾ അമ്മച്ചിയുടെ ഈ വയ്യാഴിയുടെ ടെൻഷനും പ്രശ്നവും കൊണ്ടൊക്കെ ചേച്ചി കറക്റ്റിന് ഈ ഗുളിക പോലും കഴിച്ചില്ല. പിന്നെ കീഴാർനെല്ലി ഞങ്ങളുടെ ഇവിടെ എങ്ങും ഞാൻ ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ ഞാൻ വന്നിട്ട് കണ്ടിട്ടില്ല കേട്ടോ. അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ പോലും ഈ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. ഇനി ഞാൻ കാണാഞ്ഞിട്ടാണോന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പം കീഴാർനെല്ലി കിട്ടാനില്ല, ഇടയ്ക്കെല്ലാം ഈ ഗുളികയും ചേച്ചി അങ്ങ് നിർത്തിപ്പോയി ടെൻഷൻ കാരണം. പക്ഷെ ടെൻഷൻ കൂടിയിട്ടുണ്ടെങ്കിൽ അറിയാലോ, ബിപിയും ഷുഗറും ഒക്കെ ഹൈ ആകും എന്നുള്ള വിവരം നിങ്ങൾക്കറിയാലോ. എന്ന് വെച്ചിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴൊക്കെ ചേച്ചിക്ക് ഭയങ്കരമായിട്ട് 500-ന് മുകളിലോട്ട് വന്ന് വീണ്ടും ഷുഗർ. അപ്പം എന്താ ചെയ്യുന്നത് ഇതൊന്ന് കുറയാനായിട്ട്? ഇപ്പം വേനലിൻ്റെ സമയം ആയതുകൊണ്ട് അവിടെയും കീഴാർനെല്ലി ഇല്ല, അല്ലെ പിന്നെ വല്ല ആറ്റുതീരത്തൊക്കെ തപ്പിപ്പോണം. അതിനിപ്പം പിള്ളേരൊന്നും അവിടെ ഇല്ല, എല്ലാവരും ജോലി സ്ഥലത്തും പഠിക്കാനും ഒക്കെ ആയതുകൊണ്ട് അത് തപ്പിപ്പോകാനുള്ള സമയവും ഇല്ല. സമയമില്ലെന്നല്ല, ചേച്ചിക്ക് സുഖമില്ലെന്ന് അറിയാമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, സ്ട്രോക്ക് വന്നിട്ട് ഒരു പാകത്തിന് ചെറിയൊരു തളർച്ചയും കാര്യമുണ്ട്, അങ്ങനെ പോകാനും പറ്റത്തില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ചേച്ചിയോട് ഒരാൾ പറഞ്ഞു കൊടുത്തത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ ഈ ആദിവാസികളൊക്കെ ഒരുപാടുള്ളതാണല്ലോ. അവരൊക്കെ ഈ ചെറിയ ചെറിയ മരുന്ന് കൊണ്ടൊക്കെയാണ് അവരൊക്കെ പിടിച്ചിരിക്കുന്നത്. അവർക്കൊന്നും സത്യം പറഞ്ഞാൽ നമ്മളെ പോണക്കൊന്നും ഈ വലിയ വലിയ മാരകമായ അസുഖങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അസുഖം വന്നാൽ അവരുടെ തന്നെ കയ്യിൽ നിന്നുള്ള ചെറിയ മരുന്നൊക്കെ കഴിച്ച് അവരങ്ങ് മാറി നിൽക്കും. അല്ലാതെ ഓടി ഹോസ്പിറ്റലിലോട്ട് പോണ ഒരു സംഭവമൊന്നും അവർക്കില്ല. അപ്പം അവിടെ തെങ്ങ് കയറാൻ വന്നപ്പം പറഞ്ഞു ചേച്ചിയോട്, ചേച്ചി ഇത്രയും ഷുഗറാണ്, ചേച്ചി എന്തിനാ ചേച്ചി വിഷമിക്കുന്നത്, ഇൻസുലിൻ ഒന്നും എടുക്കണ്ട, ഇപ്പോൾ ഈ കീഴാർനെല്ലി ഒന്നും തപ്പിക്കൊണ്ട് വരാനായിട്ട് ഇപ്പം ഈ വേനലായതുകൊണ്ടൊന്നും ഇവിടെ ഇല്ലതാനെന്ന് പറഞ്ഞു. പുള്ളിയോട് ചോദിച്ചപ്പം കീഴാർനെല്ലി എവിടെയെങ്കിലും കിട്ടാനുണ്ടോ, പറിച്ചുകൊണ്ട് തന്നാൽ ഒരു ദിവസത്തെ തച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പറഞ്ഞു, ചേച്ചി അതൊന്നും വേണ്ട, ചേച്ചിക്ക് കൊളസ്ട്രോൾ ഉണ്ടെങ്കിലും കുറയും, ബിപിയും കുറയും, ഷുഗറും കുറയും, പിന്നെ അതിലുപരി തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട്, ചേച്ചിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നവും മാറിപ്പോകുന്നു പറഞ്ഞു. ചേച്ചിക്ക് ഇങ്ങനെ സംസാരിക്കും, ഇങ്ങനെ ഈ തൊണ്ണയിൽ ഇങ്ങനെ ചെറിയൊരു മുഴ പോലെ ഇങ്ങനെ പോകും. അപ്പം ഇവിടെ വന്നപ്പോൾ ഞാനും എൻ്റെ അടുക്കൽ സംസാരിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്തപ്പോൾ ഞാനും ഇങ്ങനെ കണ്ടപ്പം ചേച്ചിയോട് ഞാൻ ചോദിച്ചു, തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു. ചേച്ചി പറഞ്ഞു, എടി കൊച്ചേ, ഞാനൊരു 6 മാസം മുമ്പ് ടെസ്റ്റ് ചെയ്തപ്പോൾ അതില്ല, ഡോക്ടറും ചോദിച്ചായിരുന്നു ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ ഒരു മുഴ പോലെ വരുന്നത് കൊണ്ട്, അപ്പം അതൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഉടനെ പുള്ളി പറയാമെന്ന് പറഞ്ഞു,
തെങ്ങിൻ്റെ വേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിൽ ഇങ്ങനെ പടർന്ന് കിടക്കുന്ന വേരെടുക്കുക, ഒരു ഇച്ചിരി താഴോട്ടൊന്ന് മണ്ണ് മാന്തിയിട്ട് മണ്ണിൻ്റെ അകത്തിരിക്കുന്ന വേര് അതിൽ 1-2 വേര് നമ്മൾ പൊട്ടിച്ചെടുക്കുക. എന്ന് വെച്ചിട്ട് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ പുറത്തെ പോള ഇങ്ങനെ പൊളിഞ്ഞു പോരും ചിലതിൻ്റേത്, ഇച്ചിരി മൂത്തതാണെങ്കിൽ ആ പോള അങ്ങ് പൊളിച്ച് കളഞ്ഞിട്ട് അകത്തേത് മാത്രം എടുക്കുക. അകത്തുനിന്ന് ഇങ്ങനെ എടുത്താലും ഒരു ഹോളും നാരും ഒക്കെ ആയിട്ടിരിക്കും. ഈ പോള പൊളിഞ്ഞു പോരുന്നില്ല, പച്ചപ്പായിട്ടിരിക്കുവാണെങ്കിലും നല്ലത്. എന്നിട്ട് അത് ചെറുതായിട്ട് ഞുറുക്കിയെടുക്കുക. ഒരു ചിരട്ട എന്ന് വെച്ചാൽ കണ്ണൻ ചിരട്ട എടുക്കരുതെന്ന് പറഞ്ഞു, ചുവട് മുറി ചിരട്ട, അതിൻ്റെ നാരും വേരും അതിൻ്റെ പൊരുപ്പും എല്ലാം ചെത്തി കളഞ്ഞ് നല്ല വൃത്തിയാക്കി കഴുകിയേച്ചും കഴിഞ്ഞ് വെച്ചിട്ട് ചേച്ചി ഒരു കാര്യം ചെയ്ത് ഒരു 12 ഗ്ലാസ് വെള്ളം വെക്കുവാണെങ്കിൽ അത് പറ്റിച്ച് 6 ഗ്ലാസ് ആക്കണം. 6 ഗ്ലാസ് വെള്ളമാണ് വെക്കുന്നെങ്കിൽ അത് പറ്റിച്ച് 3 ഗ്ലാസ് വെള്ളമാക്കണം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ തലേ ദിവസം തന്നെ ഇത് തിളപ്പിക്കാനായിട്ട് ഇടണം. ഏറ്റവും നല്ലത് മൺകലത്തിൽ ഇടണമെന്നാണ് പറഞ്ഞത്. അപ്പം ചേച്ചി എന്നാ കാണിച്ചു, ഈ ചിരട്ട കഴുകി പിറക്കി ഒന്ന് തല്ലി പൊട്ടിച്ച് 2-3 പീസാക്കി ഈ തെങ്ങിൻ്റെ വേരും എടുത്ത് ഈ വെള്ളത്തിലിട്ട് ഇങ്ങനെ തലേ ദിവസം ഒരു 12 ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്തിട്ടിട്ട് 6 ഗ്ലാസ് വെള്ളമാക്കി തിളപ്പിച്ച് വാങ്ങിയിട്ട് പിറ്റേ ദിവസം തൊട്ട് ചെറു ചൂടിൽ ചേച്ചി കുടിച്ചുകൊണ്ടിരിക്കുവാന്ന് പറഞ്ഞിപ്പോൾ. അപ്പം ഇന്നലെ ചേച്ചി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ചേച്ചി എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ അന്നത്തെ പോലെ തന്നെ 517 ഉണ്ടായിരുന്നു ഷുഗർ. ഇന്നലെ ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പം ചേച്ചി ഇപ്പോൾ ഒരു 8-9 ദിവസം ഈ വെള്ളം കുടിച്ചിട്ടുള്ളൂ ഇവിടുന്ന് പോയിട്ട്. അപ്പം ചേച്ചി എന്നോട് പറയാം, ഇന്നലെ ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ പൊന്നുമോനെ സത്യമായിട്ട് ഞാൻ പറയുക, പോകുന്നതിൻ്റെ അതായത് 4-5 ദിവസം മുമ്പ് നോക്കിയപ്പം 320 വന്നായിരുന്നെന്ന് പറഞ്ഞു. ഇന്നലെ ഡോക്ടറിൻ്റെ അടുക്ക ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പം ആ ഷുഗർ ചേച്ചിക്ക് 122 ആയെന്ന് പറഞ്ഞു എന്നോട്. എനിക്ക് നിന്നെ റിസൾട്ട് ഇട്ട് കാണിക്കാനായിട്ട് എനിക്കിതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ട് ഇടാൻ അറിയത്തില്ല എന്നിട്ടാ മോനെ, അല്ലേ ഞാൻ നിനക്ക് ഈ റിസൾട്ട് ഇട്ട് തന്നേനെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ വരെ ഞെട്ടിപ്പോയി. കാരണം നമ്മുടെ തൊട്ടുമുറ്റത്ത് നിൽക്കുന്ന ഈ മരുന്ന് നമ്മൾ അറിയത്തില്ലാതെ പോയി. പിന്നെ മറ്റൊരു പ്രധാന കാര്യം അങ്ങേര് പറഞ്ഞെന്ന് പറഞ്ഞു, ഈ എല്ലാ തെങ്ങിൻ്റെ വേരെന്ന് പറഞ്ഞാൽ എടുക്കരുത്. ചെന്നങ്കിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ചുവപ്പ് കളറുള്ള തേങ്ങ ഉണ്ടല്ലോ, അതായത് ഒരു മഞ്ഞ കളറൊക്കെ പോണക്ക്, അത് എടുക്കരുത്. 18-ാം മാസം തെങ്ങിൻ്റെ ഇത് എടുക്കരുത്. അതായത് ഒറിജിനൽ നാടൻ തെങ്ങിൻ്റെ വേരെ എടുക്കാവുള്ളൂ. നാടൻ തെങ്ങെന്ന് പറയുമ്പോൾ അറിയാലോ, വലിയതായിട്ട് പൊങ്ങി നമ്മൾ ഒക്കെ പണ്ടൊക്കെ സ്ഥിരം വെച്ചോണ്ടിരുന്നേ. ഇപ്പോഴല്ലേ ഈ കുള്ളൻ തെങ്ങൊക്കെ ഇറങ്ങിയത്. അപ്പോൾ ആ തേങ്ങായും പച്ച കളറായിരിക്കും. ആ തെങ്ങിൻ്റെ വേര് മാത്രമേ എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. ഈ 2 കൂട്ടം മാത്രം മതി. അതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വെള്ളം തിളപ്പിക്കുന്ന കൂട്ടത്തിൽ വേണമെങ്കിൽ എന്ന് വെച്ചാൽ ഷുഗർ അതുപോലെ കൂടുതലുള്ളവരും അതുപോലെ തന്നെ മരുന്ന് കഴിച്ചാൽ ഷുഗർ കുറയാനായിട്ട് പാടുള്ളവരും. അപ്പം ചിലർക്ക് എത്ര മരുന്ന് കഴിച്ചെന്ന് പറയും ഷുഗറിൻ്റെ ലെവൽ എളുപ്പം കുറയാൻ ഭയങ്കര താമസമുള്ളവരുണ്ട്. എൻ്റെ അച്ചാച്ചൻ അങ്ങനെയായിരുന്നു. എത്ര മരുന്ന് കഴിച്ചെന്ന് പറയും ഷുഗർ ലെവൽ കൂടിയിട്ടുണ്ട്, കുറയാൻ ഭയങ്കര പാടായിരുന്നു. അവരെന്നാ കാണിക്കണമെന്ന് ചോദിച്ചാൽ ഈ തലേ ദിവസം വെള്ളം തിളപ്പിച്ച് വാങ്ങി വെച്ചതിന് ശേഷം, ഞാൻ പറഞ്ഞല്ലോ 12 ഗ്ലാസ്സാണ്, 6 ഗ്ലാസ്സായി വെള്ളം പറ്റിച്ച് വാങ്ങി വെച്ചതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് 1 ടീസ്പൂൺ ഉലുവായും കൂടെ ഇട്ട് വെച്ചേക്കണം. അതായത് ഉലുവ ഇട്ട് നിങ്ങൾ തിളപ്പിക്കരുത്. പിറ്റേ ദിവസം രാവിലെ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റിയ ചെറു ചൂടിന് ഇത് അരിച്ചെടുത്ത് പല പ്രാവശ്യമായിട്ട് നിങ്ങൾ ഈ 6 ഗ്ലാസ് വെള്ളം കുടിക്കണം. ഇനി അതല്ല ഈ 3 ഗ്ലാസ് വെള്ളമാണ് നിങ്ങൾ ആക്കുന്നതെങ്കിൽ ഈ 3 ഗ്ലാസ് വെള്ളം. അതിൻ്റെ അകത്തൊരു പ്രധാന കാര്യം, രാവിലെ എഴുന്നേൽക്കുമ്പോഴേ കയ്യും വായും മുഖവും കഴുകിയിട്ട് വെറും വയറ്റിൽ 1 ഗ്ലാസ് വെള്ളം കുടിക്കണം ഇതിൽ നിന്ന്. അത് കഴിഞ്ഞതിന് ശേഷം വേണം, ഭക്ഷണത്തിന് മുമ്പൊക്കെ ഗ്യാസിൻ്റെയൊക്കെ ഗുളിക കാണുമല്ലോ, വെറും വയറ്റിൽ കഴിക്കേണ്ട ടാബ്ലറ്റൊക്കെ കാണും, അതൊക്കെ കഴിക്കാവുള്ളൂ. ഈ 1 ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം 1 മണിക്കൂറിന് ശേഷം. അപ്പോൾ നിങ്ങളൊരു 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് 1 ഗ്ലാസ് വെള്ളം കുടിച്ചോന്നേ, നമ്മുടെ ആവശ്യത്തിനല്ലേ. അപ്പോൾ അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ചെയ്യണം. ഇപ്പോൾ ഈ വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് വീട്ടിലുള്ളവരെല്ലാവരും കുടിച്ചാലും നല്ലത്. എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് ഭാവിയിലേക്ക് ഷുഗറിൻ്റെ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ ഇതിങ്ങനെ കഴിച്ചിട്ടുള്ളവർ ചിലപ്പോൾ ഒരുപാട് പേരുണ്ടായിരിക്കും ഈ മരുന്ന് അറിയാവുന്നവർ. അപ്പം ഈ മരുന്ന് എന്തിനൊക്കെയാണെന്നറിയാമോ? ഈ വെള്ളം കൊളസ്ട്രോളിന് നല്ലതാണ്, ഷുഗറിന്, ബിപിക്ക്, തൈറോയിഡിനൊക്കെ ഏറ്റവും നല്ലൊരു മെഡിസിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്കൊരു ബോട്ടിലിൻ്റെ അകത്താക്കി ഈ വെള്ളം കൊണ്ടുപോകാം. അതുപോലെ തന്നെ യൂറിനറി പ്രശ്നമുള്ളവർക്കും ഈ വെള്ളം ഒരുപാട് നല്ലതാണ്. ആ പ്രശ്നങ്ങളെല്ലാം മാറിപ്പോകും. ശരീരത്തിന് മറ്റൊരു ദോഷങ്ങളും ഇല്ലാത്തൊരു സാധനം കേട്ടോ ഇത്. അപ്പം അതിന് ആർക്കും ഒരു സംശയവും വേണ്ട. അപ്പം നാളെ തൊട്ട് ഇതിങ്ങനെ അങ്ങ് കുടിച്ചോ കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കെ.